ഇന്ത്യൻ ടൈം ഹൗസ് ആരോ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ രാവിലെ ഈ 8 മണിക്ക് മുമ്പ് പണിക്കിറങ്ങുന്ന ഒരു പണിക്കാരൻ്റെ ജീവിതത്തിൽ ഇത് കേട്ടാണ്. സാധാരണ 8-ന് മുമ്പ് ആരും ഇവിടെ കേരളത്തിലിറങ്ങി പണിക്കിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. രാവിലെ 8 മണിക്ക് മുമ്പ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ടൈം ഹൗസിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതെന്തോ റിനോവേഷൻ വർക്ക് കിടക്കുന്നുണ്ട്. സാറിന് 8 ഇവിടെ കേരളത്തിലെ പണിക്കാരും 8 മണിക്ക് മുമ്പ് ഇറങ്ങാറില്ല. ഹിന്ദിക്കാരനായിരിക്കും. കാരണം 8 മണിക്ക് ഞാൻ ഇവിടെ 8 മണിക്ക് മുമ്പ് വന്നിട്ടുണ്ട് പണിക്ക്. പുള്ളി കുറേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡോറ് ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. മറ്റേ ഡോറ് പെയിൻറ്റ് ചെയ്ത് പകുതി മുക്കാലുമായി. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുമ്പ് പുള്ളി വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രാവിലെ വന്ന് പണി ചെയ്യുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ബസ്സും KSRTC ബസ്സും ഒരു ഇതും പുറകിൽ വരുന്നുണ്ട്. ബോട്ട് വന്നിട്ട് ചാറ്റമഴയുണ്ട്. അറുപതിലാട്ട് മാക്സിമം സ്പീഡിൽ ഓടാവുന്ന റോഡിൽ ചില ബൈക്കുകാർ ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 90-100 കിലോമീറ്റർ സ്പീഡിൽ ഈ വഴി കൂടെ ഇപ്പോൾ ഓടിക്കുന്നത്. ഇവിടെ മാക്സിമം 50 കിലോമീറ്ററാണ്, 60 കിലോമീറ്റർ അത്രയും കണ്ടാണ് ഗവൺമെൻറ് അലോ ചെയ്തേക്കുന്ന മാക്സിമം സ്പീഡ്. ടൂ വീലേഴ്സിൻ്റെ മാക്സിമം സ്പീഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. മാക്സിമം സ്പീഡ് സ്ട്രോങ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യണം. അത് മാക്സിമം സ്പീഡ് എക്സീഡ് ചെയ്യുന്നവരെക്കെതിരെ ഇതും ചെയ്യണം. എന്താ മറ്റേ ഫൈൻ അടിപ്പിക്കണം. അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാവും. എൻ്റെ ഒരു ഡ്രൈവിങ്ങിൽ നോക്കി ഞാൻ 30 to 60 ആണ് മാക്സിമം സ്പീഡ് കേരളത്തിൽ ഓടിക്കാൻ പറ്റും. 60 എല്ലാ റോഡുകളിലും പറ്റില്ല. നല്ല സ്ട്രെയിറ്റ് റോഡുകളിൽ 60 വരെ പോകാം. അത് നാഷണൽ ഹൈവേ പോലെ റോഡുകളിൽ. അല്ലാത്ത റോഡുകളിൽ 30 to 50 ആണ് ടൂ വീലറിൻ്റെ സേഫ് ഡ്രൈവിങ് സ്പീഡ്. ബൈക്ക് ഓടിക്കണമെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ അങ്ങ് പൊക്കോളൂ. ഇപ്പോൾ കണ്ടില്ല ഒരുത്തം പോണേ, അതിങ്ങനെ ചുമ്മാ പൊക്കോളൂ. അപ്പോൾ അവൻ ചുമ്മാ ആക്സിലറേഷൻ കൊടുത്ത്, പക്ഷേ ആ പോണ പോക്കുള്ളൂ, അതിന് കൺട്രോൾ ഉണ്ടാവില്ല വണ്ടിക്ക്. എവിടെയെങ്കിലും ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും.
ഈ കമ്പുകൾ കുറേ വെട്ടിക്കളയണം. പഴങ്ങളൊക്കെ പോയി. ഇനിയിപ്പോൾ ഈ കമ്പ് റംബൂട്ടാൻ്റെ കമ്പുകൾ കുറേ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. താഴോട്ട് താന്ന് കിടക്കുന്ന കമ്പുകൾ വെട്ടിക്കളയണം. ഫസ്റ്റ് ടാസ്ക് അതാണ്. 5 മിനിറ്റ് മതി. ഒരു വാള് വെച്ച് ടിങ് ടിങ് 2 വീശി കഴിഞ്ഞാൽ കമ്പുകൾ താഴെ.